ഹലോ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വീഡിയോ ആണ്. കാരണം ഇന്ന് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 26th ജൂൺ രാത്രിയാണ്. 27th എന്ന് പറയുന്നത് എൻ്റെ അഖിലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേ അന്ന് തൊട്ടേ സർപ്രൈസ് എന്താ, അതായത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് എന്താണ് സർപ്രൈസ് എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അഖിലേട്ടൻ. അപ്പോൾ ആ അഖിലേട്ടന് എന്ത് കുന്തം ഞാൻ ചെയ്യും എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നെ അഖിലേട്ടൻ കൊണ്ടുപോകണം. എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അഖിലേട്ടൻ്റെ കൂടെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും പുള്ളി അറിയാതെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും എൻ്റെ കുരുട്ടുബുദ്ധിയിൽ തോന്നിയ ചില ഐഡിയകൾ വെച്ച് ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെത്രമാത്രം സക്സസ് ആവും എന്നെനിക്കറിയില്ല. തൽക്കാലം ഫോർ ദ നൈറ്റ് നമ്മളൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് അല്ലറ ചില്ലറ ആലങ്കാരികമായ ഐറ്റംസും ഞാൻ വളരെ വിദഗ്ധമായി വാങ്ങിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉറുമ്പ് തിന്നില്ലെങ്കിൽ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുള്ള് മഴയായതുകൊണ്ട് ഫുള്ള് അലമാരയൊക്കെ ഫുള്ള് ഉറുമ്പാണ്. അലമാരയാണ് വെച്ചേക്കുന്നത്. എന്താ അവസ്ഥയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ അതിസാഹസികമായ ബലൂൺ കെട്ടൽ ചടങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 15 മിനിറ്റിൽ ഞാൻ കിട്ടിയത് ഒരു ബലൂണാണ്. ബലൂൺ കെട്ടാറില്ല. എൻ്റെ കൂടെ ഞാൻ ഈ കയ്യിൽ ഈ സാധനം ഇട്ട് വെച്ചേക്കുന്നു. അതുകൊണ്ട് ഭയങ്കര പാടാണ്. എനിക്കറിയില്ല. മറ്റേ ബർത്ത്ഡേ എന്താ നോക്കണേ, ബർത്ത്ഡേക്ക് ബലൂൺ വെക്കണമെന്ന് കണ്ടുപിടിച്ചാൽ ആരാണെന്ന് എന്ത് ചെയ്യാൻ, ഭർത്താവായി പോയില്ലേ. ഓക്കെ, നെക്സ്റ്റ്. എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങേര് ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സൈക്കിൾ പമ്പ്. എന്നിട്ട് പിന്നെ പൊട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ബലൂൺ പൊട്ടുന്ന സൗണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ട്രോമ. എനിക്ക് വീർപ്പിക്കാൻ പ്രശ്നമില്ലെങ്കിൽ അമ്മേ ഞാനോട് ഞാൻ എൻ്റെ 3500 ചില്ലറ കഴിച്ച്. പിന്നെ അടുത്തൊരു കോമഡി എന്ന് പറയുന്നത്, കേക്ക് ഇതുവരെ വന്നിട്ടില്ല. കേക്ക് ഇവിടെ അടുത്തൊരു ഹോം ബേക്കറിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പവർ കട്ട് കാരണം ഇന്ന് ഓർഡേഴ്സൊക്കെ ഡിലേ ചെയ്യുന്നതാണ് പറയുന്നത്. 11:30 ആകുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നാൽ ഇന്നെല്ലാം നടക്കും, അല്ലെങ്കിൽ ഞാൻ കിടക്കും. അക്കിക്കൊരു സ്വഭാവമുണ്ട്. നമ്മളൊക്കെ പൊതുവേ ബർത്ത്ഡേസിനൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ സർപ്രൈസ് തരുമെങ്കിൽ നമുക്കറിയാം അവർ നമുക്ക് ചെയ്യുമെന്ന്. പക്ഷേ നമ്മളെന്ത് ചെയ്യും, അറിയാത്ത ഭാവിച്ചിരിക്കില്ലേ. ലൈക്ക് അയ്യോ അവർ ഒന്നും ചെയ്യില്ലായിരിക്കും എന്നൊക്കെ വെച്ചിട്ട് നമ്മളിരിക്കില്ലേ. പക്ഷെ അക്കി അങ്ങനെയല്ല. അക്കിയെല്ലാം ചോദിച്ചു വാങ്ങിക്കുന്ന ടൈപ്പാണ്. അതായത് ഇപ്പോൾ ഈ ബർത്ത്ഡേക്ക് തന്നെ 2 ദിവസം മുമ്പ് എന്നോട് ചോദിച്ച്, എന്ത് എടി കേക്ക് ഓർഡർ ചെയ്താ എൻ്റെ അടുത്ത് ചോദിച്ച്. ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഇവിടെ അടുത്തൊരു ഹോം ബേക്കർ ഉണ്ട്, നീ അവിടെ കൊടുക്ക്. പിന്നെ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എടി ബലൂൺ നീ പോയി വാങ്ങിക്കുമോ അതോ ഞാൻ വാങ്ങണോ? അങ്ങനെ ഇല്ല, അത് പുള്ളിക്ക് എല്ലാവരും. പിന്നെ എന്തിട്ടാണ്, എടി നിനക്ക് എൻ്റെ സ്റ്റോറി ഇടാനായിട്ട് എന്തെങ്കിലും ഉണ്ടാ, അല്ലെങ്കിൽ വീഡിയോ ഒരെണ്ണം എടുക്കാൻ പറ്റിയ പോലെ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, അപ്പോൾ നീ അത് സ്റ്റോറി ഇടൂ. അങ്ങനത്തേക്ക് ഒരു മനുഷ്യൻ. ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കാത്തവരും ചെയ്തു പോവും. ഏത് അത്. ഇത്രയും ബലൂണുകൾ ഞാൻ വീർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ബലൂണുകളുണ്ട്, പക്ഷേ എൻ്റെ ആരോഗ്യസ്ഥിതി എന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചാൽ കഴിഞ്ഞിട്ട് എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ വീർപ്പിക്കാം. എന്തിനിങ്ങനെ കാണിക്കുന്ന എന്ത്
ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്തേലും ചെയ്യട്ടെ. മുറി പാത്തിരിക്കണോ? ആ മുറി പോയി ഒളിച്ചിരിക്കും. ഞാൻ കാര്യം എടുക്ക 2 സർപ്രൈസ് ഇതുവരെ എത്തിയിട്ടില്ല. ഫോൺ എൻ്റെ ഉള്ളിൽ കയറി വാനടിച്ചിരിക്കും. ശീല അടുത്ത് പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ മുറിയൊന്നും കാണിക്കില്ലേ? ഇല്ല ഇല്ല. പൂട്ടി പൂട്ടി. മഴ നനഞ്ഞ കേക്കുകൾ. 11:45 എനിക്ക് കേക്ക് കിട്ടിയത്. 3 നേരമായിരുന്നു, എന്നാലും കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു പോരല്ലേ. ഒരുവിധം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഈ രഹസ്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. വാ, ഓക്കെ, കം, വാ വാ വാ. Happy birthday dad to you. ഊതട്ടെ? അയ്യോ, അത് ഊത്. അല്ല, മെഴുകുതിരിയുടെ മെഴുകതിൽ വീണെന്ന് തോന്നുന്നു. അതില്ലാത്ത ഭാഗത്ത് നോക്കി തരണേ. അയ്യോ, ആണോ? ആ ശരി, എനിക്കറിയില്ലായിരുന്നു. ദൈവമേ, ഇതിപ്പോ ഫയർജി വിളിക്കേണ്ടി വരും. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഇത് നീ തിന്നാണല്ലോ, എനിക്ക് കൂടെ കുറച്ച്. എനിക്ക് ടെൻഷനായി പോയി. അങ്ങനെ കല്യാണി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നല്ല, ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റിന്റെ ഫ്ലേവറാണ്. അത് ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും. നോക്ക്. റാഫലോ? പൊരിഞ്ഞു പോരാട്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ അഖിൽ വിദ്യാധർ. അപ്പൊ ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നൽകിയ സർപ്രൈസിനെ പറ്റി 2 വാക്കൊന്ന് പറയാമോ? അതിലെന്തിനാണ് താങ്കൾക്ക് സർപ്രൈസ് ആയത്? എന്താണ് താങ്കൾക്ക് സർപ്രൈസ്? കേക്കിന്റെ കാര്യത്തിൽ സർപ്രൈസ് ഉണ്ടായില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന്റെ നമ്പർ കാണിച്ചു കൊടുത്തത് ഞാനാണ്. പിന്നെ ഇവളെന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അവൾ ബലൂൺ സംഭവങ്ങളൊക്കെ, അതും എനിക്ക് വലിയ സർപ്രൈസ് ആയില്ല. പക്ഷെ അവളൊരു വീഡിയോ ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അത് ഞാൻ യൂട്യൂബ് ഷോർട്സിലും ഇട്ടിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഫീൽ. അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞ അഖിൽ വിദ്യാധരന്റെ സർപ്രൈസുകൾ അവസാനിക്കുന്നില്ല, ഇനിയും ഉണ്ട് സർപ്രൈസുകൾ. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുത്തൻവേലിക്കര ഷീലുവിന്റെ അടുത്തേക്കാണ്. ഷീലുവിന്റെ അടുത്ത് അഖിൽ വിദ്യാധരന്റെ കഥ സർപ്രൈസുകൾ ഇരിക്കുന്നു. എന്താണ് സർപ്രൈസ്? അതിപ്പോ പറഞ്ഞ സർപ്രൈസ് ആവോ? അത് ശരിയാണ്. ഷീലു എന്ത് സർപ്രൈസ്? ഷീലു ഓൾറെഡി ഗിഫ്റ്റ് മേടിച്ച് തന്നു, എനിക്ക് ഒരു ഷർട്ട് മേടിച്ച് തന്നായിരുന്നു. അത് ചന്ദ്രപ്രസാദ് അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്, അച്ഛന്റെ ഗിഫ്റ്റാണ്. ബർത്ത്ഡേ കേക്കിന്റെ ഒരു പങ്ക് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു കഷ്ണം അച്ഛനും അമ്മയും അക്കിയുടെ വയലൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങളവിടെ നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടാണ്. അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് ആദ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം അഖിലേട്ടനുള്ള ബാക്കി സർപ്രൈസുകൾ കൊടുക്കാനായിട്ട്. കാരണം ഇന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, പിന്നെ യൂറിൻ കൾച്ചർ ഞാൻ കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം വട്ടം കൊടുത്തപ്പോൾ അത് മാറിയില്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അഖിലേട്ടൻ്റെ വക ലഞ്ചുണ്ട്. അപ്പം ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ആ ലഞ്ചിൽ എൻ്റെ അമ്മയും അച്ഛനും അഖിലേട്ടനും ഞാനും പിന്നെ നമ്മുടെ ചുണ്ടി എല്ലാവരും കൂടെ ഉള്ളൊരു ലഞ്ച്. പൈസ കൊടുക്കണത് അഖിലേട്ടന്. കൈയടിക്ക്. ഹോസ്പിറ്റലിലെ പരിപാടിയൊക്കെ പെട്ടെന്ന് തീർത്ത് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. അപ്പോഴേക്കും അച്ഛനും അമ്മയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ബിരിയാണിയും അച്ഛൻ മീൽസ് വിത്ത് സ്പെഷ്യൽസ് ആണ് കഴിച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് നമ്മൾ ഒരു ട്രഷർ ഹണ്ടിങ് ആണ്. അതായത് നമ്മുടെ അഖിലേട്ടന് സർപ്രൈസുകൾ കൊടുത്ത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇനിയുണ്ട്. അപ്പോൾ ഈ ട്രഷർ ഹണ്ടിങ്ങിന് ചുക്കാൻ വഹിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ്.
ബർത്ത്ഡേ കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് സ്ഥലം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി എടുത്തോളാം. അത് ഒരേ സ്ഥലങ്ങൾ മാത്രം പറയുള്ളൂ, ശരി, കറക്റ്റ് പറയില്ല. ശരി, ക്ലൂ 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 ഇതൊക്കെ ഇവിടെ കണ്ടുപിടിക്കണം. ശരി, ടേപ്പ്. ഫസ്റ്റ് ക്ലൂ ഈ ഹാളിലുണ്ട്. ഫസ്റ്റ് ക്ലൂ അങ്ങനെ പറയരുത്. ഈ ഹാളിൽ എന്തോരം സ്ഥലങ്ങളുണ്ട്. ഞാൻ ചിലപ്പോ അതൊക്കെ താഴെ തട്ടി പൊട്ടിക്കും. ഞാൻ ഇരിക്കുന്നതിന് സമീപത്തായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെയാണ്. ഇവിടെ എന്തോ എല്ലാം കടലാസിലൊക്കെ ഭംഗിയായിട്ട് പൊതിഞ്ഞതാണ്. അപ്പൊ കാണുമ്പോ അറിയാലോ ഗിഫ്റ്റ് ആണെന്ന്. വേണമെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. പുസ്തകങ്ങളുടെ പുറകിലാണ്. പുസ്തകങ്ങളുടെ പുറകിൽ അത്ര ഉള്ളു കേട്ടോ, ഇനി പറയൂല. പുസ്തകങ്ങളുടെ പുറകില് ഒന്നുമില്ലല്ലോ. ശരി, എന്തത്? ചൂട് പറയാം. ചൂട് പറഞ്ഞാലേ മറ്റേ പിന്നിട്ടുള്ള ചൂട് പറയില്ലേ? ചൂടുന്ന സാധനത്തിന്റെ അടുത്തത്തെ ഒരു ചൂട് പറയൂല. ചൂട്. അതിപ്പോ പൊട്ടിക്കരുതേ, ഗിഫ്റ്റുകളൊക്കെ ഒരുമിച്ച് പൊട്ടിക്കാം. എടുത്ത് ഇവിടെ വെച്ചോ. ഫസ്റ്റ് ട്രഷർ ഹണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഐറ്റം അല്ലെങ്കിൽ വേണ്ട, ആ മുറിയിലുണ്ട്. അലമാരികളിലാണ്. അലമാരൊക്കെ തുറന്നു. അപ്പൊ ചൂട് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ചൂടില്ല. ചൂട് പറഞ്ഞ ചൂടില്ല. ഇത് കണ്ടോ ഗൈസ്, ലിപ്സ്റ്റിക്കുകളുടെ ഒരു കളക്ഷനാണ്. അമ്മയും മോളും. ചൂടില്ല. നേരിയൊരു ചൂടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് ഒളിപ്പിച്ച്. ശരി, ഇത് ഇവൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പാവയാണ്. ഇവളുടെ ലേശം ചൂടുണ്ടോ എന്നൊരു സംശയം. പിന്നെ അടച്ചിട്ട് പോയിരുന്നെങ്കിൽ തലവട്ടല്ലേ അത് കാണത്തില്ലായിരുന്നു. അപ്പോ ഇനി അടുത്തതോടെ അടുത്തത് ഈ പരിസരത്തൊന്നുമില്ല, വേറെ സ്ഥലത്താണ്. വേറെ സ്ഥലത്ത് സ്ഥലം പറ. കുറച്ച് ബുദ്ധിമുട്ട്. ഇതൊക്കെ വേഗം കിട്ടി. പുറകിലോട്ട് പോണം. പുറകിലോട്ട് പോകണമെങ്കിൽ എന്റെ പുറകിലോട്ട് പോകണോ? അല്ല, വീടിന്റെ പുറകിലോട്ട് പോകണം. അപ്പൊ അടുക്കളയില് വീടിന്റെ പുറകെ ഗർഭിണിക്ക് വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ തപ്പാം. അമ്മ മാത്രം പ്ലാൻ ചെയ്യത്തില്ലല്ലോ ഇത്. ചൂടുണ്ടോ? ചൂടുണ്ടെങ്കിൽ പറ. ചൂടില്ല, തണവുണ്ട്. അല്ല, ഇപ്പൊ ഫ്രിഡ്ജിനകത്തായിരിക്കും. ഫ്രിഡ്ജിന്റെ ഐസെട്ട് മാത്രമേ ഉള്ള ശീലമായി. ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു. വീടല്ലേട്ടോ ദൈവം എന്റെ ചെലവാ. കണ്ടുപിടിച്ചടി ശീലേ ഞാനിത്. കിട്ടിയടി. ഇത്രേ ഉള്ളൂ. ട്രഷർ ഹണ്ടിങ്ങിൽ നിന്ന് 4 ഗിഫ്റ്റ് കിട്ടി.
വെച്ചിട്ടുണ്ട്. ശരി, ഇത് ഫസ്റ്റ് തുറക്കാം. ഇത് വലുതായതുകൊണ്ട് അമ്മിക്കല്ലൊക്കെ അല്ല, അങ്ങനെ പറ്റിക്കാനുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഷീജു ഞാൻ പിണങ്ങും. ഇത് അടുത്ത ഗിഫ്റ്റാണ്. ഇതെല്ലാം നീ ഇവിടെ വരുത്തിയല്ലേ? നീ ഇവിടെ വരുത്തിയതാണ്. അവിടെ വരുത്തി ആ സ്പോട്ട് ഞാൻ കണ്ടുപിടിക്കും. ചറപറാന്ന് പറിക്കണടി കൂടിയിട്ട് എന്താന്നറിയാൻ അർബൻ മങ്കി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. ഇറ്റ്സ് എ ക്യാപ്പ്. ഇഷ്ടമുള്ളതെല്ലാം ഭാര്യ മേടിക്കൂ. ഇഷ്ടമുള്ളത് ഭാര്യ മേടിക്കൂ. ഓ നൈസ്. ഇറ്റ്സ് എ ക്യാപ്പാ. വാലറ്റ് ബില്ല നല്ല വാലറ്റാണ് ഗൈസ്. ഓ തിളങ്ങുന്നു. തിളങ്ങാൻ ഒന്നും ഇല്ല ഇതിനകത്ത്. ക്യാഷ് ഇട്. ഞാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് വാലറ്റാണ്. ഞാൻ കാർഡ് ഹോൾഡറാണ് ഞാൻ മാക്സിമം ഉപയോഗിക്കുന്നത്. അതിനകത്ത് പൈസ വരും. ദിസ് നൈസ്. ഇഷ്ടമുള്ളത് എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും. അപ്പൊ ഇതല്ലാതെ വേറെ ഗിഫ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഗ്രാൻഡ് പ്രൈസ് വേറെ ഉണ്ട്. ഇഷ്ടമുള്ളത് എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും. ഞാൻ പറയട്ടെ, ഇഷ്ടമുള്ള ഞാൻ പറയട്ടെ. ഇഷ്ടമുള്ളത് ഇല്ലല്ല, ഇഷ്ടമുള്ളത് ഐഫോൺ 16 Pro Max. എന്തായാലും എനിക്ക് നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നു. എനിക്ക് ഒരുപാട് വെച്ച് ഞാൻ തെളിവാ. ഞാനിത് മേടിച്ചത് ഞാൻ സ്റ്റാറ്റസ് ഇടും. ഞാൻ പറയും കേസിനെ പറ്റിച്ചു കേസെന്ന് പറയും. ഇത് കാണിച്ചിട്ടു. ഇല്ല, ഷൂസ് കറക്റ്റാണ്. കറക്റ്റ് അളവാണ്. കടല പായസം. താങ്ക് യു. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ്. ഒരു ഉമ്മയും കൂടെ തരട്ടെ ശീലോ? നമ്മളങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നാളത്തേക്ക്. അപ്പോൾ ആകെ മൊത്തം ടോട്ടല് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. ഒരുപാട് ഗിഫ്റ്റ് കിട്ടി, സ്നേഹം കിട്ടി, ഷീലുവിന്റെ പായസം കിട്ടി. കൊള്ളാം. നല്ല ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ഒരു പ്രഗ്നന്റ് ആയ ഭാര്യയിൽ നിന്ന് അവൾ ഇത്രയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ അവളെ ബർത്ത്ഡേക്ക് അവളെ നന്നായിട്ട് സർപ്രൈസ് ചെയ്തായിരുന്നു. അപ്പം അന്ന് തൊട്ട് അവളുടെ അടുത്ത് ചുമ്മാ ഞാൻ വെറുതെ കളിയാക്കി പറയും, നിന്നെക്കൊണ്ട് എന്തായാലും സർപ്രൈസ് ഒന്നും തരാൻ പറ്റില്ല എന്നുള്ളതൊന്നും ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ട്രഷർ ഹണ്ടിങ്ങും എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഉണ്ടാക്കി. അതും സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഷീലു എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് വെക്കുമെന്ന്. ഷീലു എന്തേലും മേടിച്ച് വെച്ചിട്ട് അങ്ങനെ എന്തോ സർപ്രൈസ് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത്രയും ഗിഫ്റ്റ് അടിപൊളി. നെവർ ടച്ച് എ വുമൺസ് ഈഗോ കേട്ടോ. ഭാഷ കേട്ട് ഞാൻ പിടിച്ച കിട്ടില്ല. കഴിഞ്ഞില്ല, ഐഫോൺ വാങ്ങണ്ടേ? ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കാൻ നീറ്റ് പോയില്ലേ? വാങ്ങിച്ചു കൊടുക്കണ്ടേ? നേരെ ഞങ്ങൾ വിട്ടു ഫോൺ വാങ്ങിക്കാൻ.
ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആഘോഷിക്കുന്ന അക്കിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് അത് കുറച്ച് സ്പെഷ്യൽ ആക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അതിനു വേണ്ടി കാണിച്ചതാണ് ഈ കുന്തളിപ്പുകൾ മുഴുവനും. വയ്യാണ്ടിരുന്നിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ അക്കിയും ഹാപ്പി, അക്കി ഹാപ്പി ആയപ്പോൾ ഞാനും ഹാപ്പി. സോ ഇതായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.